ഇപ്പോൾ സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ആ കുട്ടികൾ ആദ്യം കയ്യിലുണ്ടായിരുന്ന ഫോൺ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്, അതേ ഫോണിൽ പഴയ സിം കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് സമീർ ബിൻ കരീം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. സമീർ, സൈബർ പോലീസ്, കേരള പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രകാരമാണ് ഈ ലൊക്കേഷനും അവരെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മലയാളി സമാജം പ്രവർത്തകരൊപ്പം പോലീസുകാരുടെ സുഹൃത്തുക്കൾ മുംബൈയിലുള്ളവർ അങ്ങനെ വലിയൊരു തിരച്ചിൽ നടക്കുന്നത് ഈ ഫോൺ ലൊക്കേഷൻ തന്നെ അതിന്റെ അപ്ഡേറ്റ്സ് വെച്ചിട്ടാണല്ലേ? ഗോകുൽ, നിലവിൽ ഈ പെൺകുട്ടികൾ പുതിയ മൊബൈൽ ഫോൺ അല്ല വാങ്ങിയിരിക്കുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയാണ് ഉണ്ടായത്. അതിലെ സിം കാർഡ് തന്നെയാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ പെൺകുട്ടികളുടെ ലൊക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 11:25 വരെ ഈ പെൺകുട്ടികൾ CSTയിൽ ഉണ്ടായിരുന്നു. CST ഒരു കാനറ ബാങ്ക് ATM സമീപമാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടികൾ ഉണ്ടായത്. പിന്നീട് 11:25 ശേഷമാണ് ഇവിടെ നിന്നും പെൺകുട്ടികൾ ഈ പനവേൽ ഭാഗത്തേക്ക് മൂവ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പനവേലിലേക്കോ അതല്ലെങ്കിൽ പനവേൽ വഴി കേരളത്തിലേക്കോ എത്താനുള്ള ഒരു സാധ്യതയാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ പനവേലിലേക്ക് പോകണമെന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങോട്ടേക്കാകാം, അതല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഒരു പക്ഷേ എത്തിയേക്കാം. ഒന്നുകിൽ നാട്ടിലേക്ക് അതല്ലെങ്കിൽ പനവേലിലേക്ക് എന്നുള്ള ഒരു സ്വാഭാവികമായ നിഗമനത്തിലേക്കാണ് നിലവിൽ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. താനൂർ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തിരച്ചിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും പോലീസ് നിരന്തരമായി ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു. ലൊക്കേഷൻ വളരെ കൃത്യമായി തന്നെ മുംബൈ പോലീസിനും അതോടൊപ്പം തന്നെ അവിടെയുള്ള മലയാളി പ്രവർത്തകർക്കും അയച്ചു നൽകുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെടുത്തി വളരെ വിശദമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കയ്യെത്തും ദൂരത്ത് പല ഘട്ടങ്ങളിൽ ഈ പോലീസ് അല്ലെങ്കിൽ മുംബൈയിലുള്ളവർ ഈ പെൺകുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് എത്തിയെങ്കിലും അവസാന നിമിഷം അത് കൈവിട്ട് മൂവ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത റഹീം അസ്ലം 24 സംസാരിച്ചപ്പോൾ പറഞ്ഞത് പെൺകുട്ടികൾ പുതിയ ഒരു മൊബൈൽ ഫോൺ വാങ്ങി എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ അക്കാര്യമല്ല ഈ റഹീം അസ്ലം പോലീസിനോട് പറഞ്ഞത്. പോലീസ് കണ്ടെത്തിയതും അതല്ല, മറിച്ച് പഴയ മൊബൈൽ ഫോൺ തന്നെയാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റഹീമിന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തതയും സംശയവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ആദ്യ പരിഗണന നൽകുന്നത് അത്തരം കാര്യങ്ങൾക്കല്ല, മറിച്ച് ഈ പെൺകുട്ടികളെ ഒരു അപായവും പെടാതെ സുരക്ഷിതമായി കണ്ടെത്തുക എന്നുള്ള ഒരു പ്രാഥമിക അല്ലെങ്കിൽ പ്രഥമ പരിഗണനയാണ് പോലീസ് അതിനുവേണ്ടി നൽകുക. അതിനുശേഷമായിരിക്കും റഹീം അടക്കമുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. ഈ റഹീം ഇപ്പോഴും ഈ മുംബൈയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിനോടൊക്കെ തന്നെ ഈ റഹീം നിലവിൽ സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്കുള്ള ഒരു തിരച്ചിലും പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്ക് കേരള പോലീസ് നൽകുന്നത്. വളരെ കൃത്യമായ ഒരു അന്വേഷണം കേരള പോലീസ് ഇവിടെ താനൂരിൽ നിന്നുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വളരെ കൃത്യമായി പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് ഏതൊരു ഘട്ടത്തിൽ ഓരോ നിമിഷങ്ങളിലും അതിൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ മുംബൈയിലോട്ട് നൽകുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു തിരച്ചിലാണ് വിശദമായിക്കൊണ്ട് പോലീസും ഒപ്പം തന്നെ മുംബൈയിലുള്ളവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഈ പോലീസ് പങ്കുവെക്കുന്നത്. രാവിലെയോട് കൂടി തന്നെ മുംബൈയിലേക്ക് ഇവിടെ നിന്നും പോലീസ് സംഘം പോകാനുള്ള ഒരു തയ്യാറെടുപ്പും പോലീസ് നടത്തുന്നുണ്ട്. ഗോകുൽ, സമീർ ബിൻ കരീമും ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഈ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. അവർ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും അല്പസമയത്തിനകമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ CSTയിൽ നിന്ന് അവർ ട്രെയിൻ കയറിയിട്ടുണ്ട് എന്നതാണ് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കേരള പോലീസിന്റെ സൈബർ വിഭാഗം കൺഫേം ചെയ്യുന്നത്. അതിന് പ്രകാരമാണ് ഇപ്പോഴുള്ള അന്വേഷണം നടക്കുന്നത്. പൻവേലിലടക്കം റെയിൽവേ സ്റ്റേഷനിൽ ഇതിനിടയിലുള്ള മുംബൈ CST മുതൽ പൻവേൽ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെയും മലയാളികളുടെ വലിയ സംഘം, മലയാള സമാജത്തിൻ്റെയൊക്കെ പ്രവർത്തകർ ഈ രാത്രിയും ഉറക്കമുളച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം 24 വാർത്താ സംഘവും പൻവേലിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുകയും ചെയ്യും. ഏതായാലും പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ രണ്ട് പെൺകുട്ടികളും ട്രെയിൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളും.